ബാക്ക് അനദർ ഡേ. പുറത്ത് പോന്നു അസിഷ്യം. ഇന്ന് പോയ കാര്യം നടന്നാൽ ഒരടിപൊളി സംഭവമായിരിക്കും. അപ്പോൾ എല്ലാം അടിപൊളി ആവുകയാണെങ്കിൽ ഞാൻ പറയാം. എന്തായാലും പോട്ടെ, ഞാനും കുറച്ച് എക്സൈറ്റഡാണ്. 3 മണിക്ക് എനിക്ക് ഡെസ്റ്റിനേഷനിലെത്തണം. വലിയ ദൂരം ഇല്ലെങ്കിൽ ഇപ്പോൾ 2:30 യുനോ ആസ് ഓൾവേസ് പങ്ക്ച്വാലിറ്റി ഇല്ലാത്തൊരു പോത്താണ് ഞാൻ. ഹോട്ടലിലായാലും സ്റ്റേഷനെത്തി എനിക്ക് ഒരു 20 മിനിറ്റ്സ് ഓഫ് ജേർണി ഉള്ളൂ. പക്ഷേ എന്തെങ്കിലും ട്വിസ്റ്റ് വന്നാൽ ഞാൻ ലേറ്റ് ആവും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ലൊക്കേഷനിൽ ഓൺ ടൈം എത്തി. അപ്പോൾ ഇന്നൊരു ഷൂട്ടുണ്ട്. ഞാനല്ല, സാധാരണ ഞാനാണ് വെറുപ്പിക്കാറ്. ഇന്ന് നമുക്കൊരു നല്ല ആക്ച്വൽ മോഡലിനെ കിട്ടിയിരുന്നു. ഷീസ് ഫ്രം റഷ്യ. ഞാനായിട്ട് ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചു. പ്രെറ്റി മോഡൽ വി ഗോട്ട്. ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. സച്ച് എ പ്രെറ്റി മോഡലാണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്. ഇതെൻ്റെ സ്ഥിരം പ്ലേസാണ്, ലൈക്ക് തറവാട്. ഞാൻ പോസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷീ സിറ്റിംഗ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. സോ ഹാപ്പി ബൈ ദ വേ. നമുക്ക് നമ്മൾ ഗ്രോ ആവുകയാണല്ലോ. നമുക്ക് പുതിയ പുതിയ കണക്ഷൻസ് വരുന്നു, പുതിയ പുതിയ കൊളാബറേഷൻസ് വരുന്നു, ആൻഡ് കുറച്ച് പുതിയ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇതൊക്കെ ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്യാണ്. ഷീ സച്ച് എ നൈസ് പേഴ്സൺ. നല്ല ഫ്രണ്ട്ലിയാണ്, വർക്ക് ചെയ്യാൻ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓഫീസ് ഈ ലൊക്കേഷനാണ്. ഞാൻ കുറച്ച് അറിവുണ്ട് കേട്ടോ. സച്ച് എ നൈസ് മോഡൽ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ സംസാരിച്ചു. ഞാനും പുള്ളിക്കാരത്തേക്ക് കുറേ നല്ല മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് ഷീനോ മലയാളം കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ആൻഡ് കുറച്ച് 1-2 വാക്കുകളൊക്കെ പറഞ്ഞു. നമസ്കാരം, സുഖമാണോ, അതൊക്കെ പറഞ്ഞു. അടിപൊളി. പുള്ളിക്കാരൻ നല്ല ക്യൂട്ടാട്ടോ. ആൻഡ് നല്ല സച്ച് ലവ്ലി. നല്ല രസമാട്ടോ സംസാരമൊക്കെ. നൈസ്. ഒരു ബാർബി ഡോൾ പോലെ അല്ലേ. അവിടെ ഷൂട്ട് നടക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓഫ് ടോപ്പിക്സ് സംസാരിക്കാം. നിങ്ങളിത് കണ്ടോ? ബിഗ് മാനിൻ്റെ അവിടെയുള്ള ആ വോളാണ്. ഇതിൽ മൊത്തം ലൈക്ക് ഇങ്ങനെ ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് MTs ഉണ്ട്, എന്നാൽ മിക്ക ആൾക്കാർ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം സംഭവം എന്ന് വെച്ചാൽ കോവിഡിൻ്റെ ടൈമിൽ മരിച്ചു പോയിട്ടില്ല, ആ സമയത്തൊക്കെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ എഴുതി വെച്ചിട്ടാണ് ഈ സാധനം. അല്ല എത്രത്തോളം മെമ്മറി എല്ലാവരുടെ ആത്മാവിനും. ഞാനിത് ആദ്യം എന്തോ ലൈക്ക് ലവേഴ്സൊക്കെ എഴുതുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ ഒന്ന് വായിച്ച് നോക്കിയപ്പോഴാണ് കോവിഡിൽ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചേക്കുന്നതാണത്. കോവിഡ് മെമ്മോറിയൽ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവരെ ഓർക്കാൻ എഴുതിയതാണ്. അവരുടെ മെമ്മറി റിമംബറൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഇമോഷണൽ സംഭവമാണ്. ഇവിടുത്തെ ഇങ്ങനെ പൂക്കൾ ലൈറ്റ് വന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ വെട്ടം. ക്യാമറമാനോൻ്റെ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് എൻ്റെ ബാഗ്, ക്യാമറ ബാഗ് പ്ലസ് ആ പെങ്കുച്ചിൻ്റെ ബാഗ്, ഇതെല്ലാം എൻ്റെ കയ്യിലാണ്. ഞാൻ ഫൈനലി ലണ്ടന്റെ അമ്പര ചുംബിയുടെ മുകളിൽ താഴെ എത്തി. ആൾക്കാർക്ക് കയറി പോയി. പോയാണ് ഇന്ത്യൻ സ്ക്വയർ ഇറങ്ങി വരുമോ? അയ്യോ, നിങ്ങൾ എൻ്റെ ദുരന്തം പോസൊക്കെ കണ്ട് ബോറടിച്ചല്ലേ? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.